നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ പല്ലിയുമായി ബന്ധപ്പെട്ട് വന്നുഭവിക്കാനിടയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പല്ലിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ വാമൊഴിയായി കൈമാറി വരുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ സത്യങ്ങളും ചിലത് അർത്ഥസത്യങ്ങളും മറ്റു ചിലത് പൂർണ്ണമായും അസത്യവുമായിരിക്കും, അല്ലെങ്കിൽ കള്ളപ്രചരണവുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാലെ കൂട്ടി തന്നെ ആചാര്യന്മാർ കണക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അസത്യപ്രചരണങ്ങൾ ചിലർ വീണു പോകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ജ്യോതിഷശാസ്ത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ശകുനം എന്നത്. അതുപോലെ ശകുനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് പല്ലിയും. പല്ലിയുടെ ചലനങ്ങളും ദിശാവ്യത്യാസങ്ങളും എവിടെ വീഴുന്നു എന്നതും മനസ്സിലാക്കി ഭാവി നിർണ്ണയിക്കാൻ സാധിക്കും. പൗരാണിക ശാസ്ത്രങ്ങളിൽ പല്ലിയെ ശകുന ജന്തുവെന്നും ദേവദൂതൻ എന്നുമൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. പല പുരാതന ഗ്രന്ഥങ്ങളിലും പല്ലിയുടെ അവസ്ഥകളും അതിൻ്റെ ചലനങ്ങളും മനുഷ്യജീവിതത്തിലെ നല്ലതും ചീത്തയും സൂചിപ്പിക്കുന്ന രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഗൗളി ശാസ്ത്രം എന്നൊരു ജ്യോതിശാസ്ത്ര ശാഖ തന്നെ നിലനിൽക്കുന്നതിൽ നിന്നും ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗൗളി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ അംശമായാണ് പല്ലിയെ കണക്കാക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ പല്ലി മനുഷ്യ ശരീരത്തിൽ വീഴുന്ന ശുഭവും ചില സന്ദർഭങ്ങളിൽ അശുഭവുമായാണ് കണക്കാക്കുന്നത്. പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ വലതു ഭാഗത്ത് എവിടെയെങ്കിലുമാണ് പല്ലി വീഴുന്നത് എങ്കിൽ അത് ശുഭസൂചനയായും, ഇടതു ഭാഗത്താണ് വീഴുന്നത് എങ്കിൽ അത് അശുഭസൂചനയുമായാണ് കണക്കാക്കുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടതുഭാഗത്ത് വീഴുന്നത് ശുഭവും വലതു ഭാഗത്ത് വീഴുന്നത് അശുഭവുമായാണ് വ്യാഖ്യാനിക്കുന്നത്. കിടന്നുറങ്ങുന്ന സമയത്താണ്, അതായത് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ ഇതിന് ഗുണമോ ദോഷമോ വരാനില്ല. സൂര്യാസ്തമനത്തിന് ശേഷം പല്ലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലക്ഷണത്തെ കാണിക്കുന്നില്ല എന്നാണ് ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പുരുഷന്റെ തലയിൽ പല്ല് പതിക്കുന്നത് തീർച്ചയായും അശുഭ സൂചനയാണ് നൽകുന്നത്. കലഹം, ധനനഷ്ടം, മാനഹാനി എന്നിവയാണ് ഇതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പുരുഷന്റെ മുഖത്താണ് പല്ല് വീഴുന്നത് എങ്കിൽ അത് ശുഭസൂചനയാണ്. ധനലാഭം, കാര്യസാധ്യം എന്നിവ പറയാം. വലത് കണ്ണിലായാണ് പല്ല് പതിക്കുന്നത് എങ്കിൽ നല്ല വാർത്ത കേൾക്കാൻ ഇടവരുമെന്നും, ഇടത് കണ്ണിലായാണ് പതിക്കുന്നതെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും ശുഭകരമായി അവസാനിക്കില്ല എന്നും ഇത് സൂചിപ്പിക്കുന്നു. നെറ്റിയിലാണ് പല്ല് പതിക്കുന്നത് എങ്കിൽ ഉറ്റവരെ വിട്ട് അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇടത് ചെവിയിൽ പതിക്കുന്നത് അപഖ്യാതി കേൾക്കുന്നതിനും വലത് ചെവിയിൽ പതിക്കുന്നത് ശുഭവാർത്തകൾ ശ്രവിക്കുന്നതിനും കാരണമാകും. മേൽചുണ്ടിലാണ് പല്ല് വീഴുന്നത് എങ്കിൽ തർക്കങ്ങൾക്ക്, കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. കീഴ്ചുണ്ടിലാണ് എങ്കിൽ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. വായ്ക്കുള്ളിൽ പല്ല് വീഴുന്നത് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇടത് മുതുകിൻ്റെ ഭാഗത്താണ് വീഴുന്നത് എങ്കിൽ പരാജയ സാധ്യതയും, വലത് മുതുകിൻ്റെ ഭാഗത്താണ് വീഴുന്നത് എങ്കിൽ വിജയ സാധ്യതയും കാണിക്കുന്നു. വലത് കൈത്തണ്ടയിലായാണ്, അതായത് മുട്ടിന് കീഴ്പോട്ട് കൈപ്പത്തിയുടെ തുടക്കം വരെയുള്ള ഭാഗത്താണ് പല്ല് വീഴുന്നത് എങ്കിൽ പുതിയൊരു വീട് വയ്ക്കുന്നതിനുള്ള സാധ്യതയോ, വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതയോ, വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതയോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് ഇടത് കൈത്തണ്ടയിലായിട്ടാണ് വീഴുന്നത് എങ്കിൽ വസ്തുക്കളോ വാഹനവുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന നഷ്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വലത് കൈയുടെ വിരലുകളിലായാണ് പല്ല് വീഴുന്നത് എങ്കിൽ പഴയ സുഹൃത്തുക്കളെയോ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം ഇടത് കൈയിലെ വിരലുകളിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരു കൂട്ടുകാരൻ്റെയോ മറ്റു വിയോഗത്തെയോ ബന്ധങ്ങളുടെ അകൽച്ചയോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടുകാരോട് ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടത് കാൽപാദങ്ങളിൽ പല്ല് പതിക്കുന്നത് അത്യന്തം ദുർഘടമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. വലത് കാൽപാദങ്ങളിലാണ് എങ്കിൽ ഇനി അങ്ങോട്ട് സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞത് പുരുഷന്മാരെ പറ്റിയാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പല്ല് തലയിൽ പതിക്കുന്നത് ദോഷത്തെയും, മുടിയിലേക്ക് വീഴുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയെയും, വലത് കണ്ണിൽ വീഴുന്നത് മാനസിക സംഘർഷത്തെയും, ഇടത് കണ്ണിൽ വീഴുന്നത് പ്രണയ സാഫല്യത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. ഗർഭിണികളായ സ്ത്രീകളുടെ ഇടത് കവിളിൽ പല്ല് പതിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നും, വലത് കവിളിൽ പതിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെന്നുമുള്ള സൂചനകൾ നൽകുന്നു. ഇടത് ചെവിയിൽ വീഴുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ശുഭകാര്യങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. വലത് ചെവിയിൽ പതിക്കുന്നത് അപഖ്യാതികൾ കേൾക്കുന്നതിനും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതിനും ഇടയാക്കുന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. മേൽചുണ്ടിൽ വീഴുന്നത് അശുഭകാര്യങ്ങൾ കേൾക്കാൻ ഇടയാക്കുമെന്നും, കീഴ്ചുണ്ടിൽ വീഴുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് ഭ്രമമുണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്നുമുള്ള സൂചനകളാണ് നൽകുന്നത്. ഇടത് കൈത്തണ്ടയിൽ വീഴുന്നത് സാമ്പത്തിക നേട്ടത്തെയും, വലത് കൈത്തണ്ടയിൽ വീഴുന്നത് മാനസിക സമ്മർദ്ദത്തെയും, ഇടത് കൈയുടെ വിരലുകളിൽ വീഴുന്നത് ധനാഗമനത്തെയും, ആടയാഭരണങ്ങളും പുത്തൻ വസ്ത്രങ്ങളും വന്നു ചേരുന്നതിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. വലത് കൈയുടെ വിരലിൽ വീഴുന്നത് നേരെ വിപരീതമായൊരവസ്ഥയും സൂചിപ്പിക്കുന്നു. വലത് കാലിൽ പല്ല് വീഴുന്നതിലൂടെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ദുരിതപൂർണമായ ജീവിതവും ഒക്കെ ആയിരിക്കും വന്നു ഭവിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇടത് കാലിൽ വീഴുന്നതിലൂടെ സമ്പൽ സമൃദ്ധമായ സുഖസൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതത്തെ
സൂചിപ്പിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ശുഭകാര്യത്തിന് തുടക്കമിടുമ്പോൾ പല്ല് ചിലയ്ക്കുന്നതായി കേൾക്കയാൽ ആ സമയത്ത് ആ കാര്യം മാറ്റിവെച്ച് മറ്റൊരു സമയത്തേക്കാക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഭഗവാൻ നൽകുന്നൊരു സൂചനയായി കാണുക, അവഗണിക്കാതെ ഇരിക്കുക. പല്ല് വീഴുന്നതുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങളാണ് കാണുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഹാര ക്രിയകൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക എന്നതാണ് ശരിയായ രീതി. ശിവ, വിഷ്ണു, ഗണപതി ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്താൽ ഉത്തമം. നാമജപ സമയത്ത് ഇന്ന ദോഷങ്ങൾ എന്നിൽ നിന്നും അകറ്റി നിർത്തണമേ എന്ന് മനമറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാം സർവേശ്വരങ്ങൾ അർപ്പിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.